സോ ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ കളിക്കാൻ പോണത് ഒരു ആനിമി ഗ്രാഫിക്സിലായിട്ട് വരുന്ന സ്റ്റോറി മോഡ് മൾട്ടിപ്ലെയർ ഓപ്പൺ വേൾഡ് ഗെയിമാണ്. ഈ ഗെയിമിൻ്റെ പേര് ഗൻഷൻ ഇമ്പാക്റ്റ് എന്നാണ്. ഈ ഗെയിം പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ 256 MBയും പിന്നെ ഗെയിമിൻ്റെ ഉള്ളിലുള്ള ഫയൽ ലോഡ് ചെയ്യുമ്പോൾ 2 വേരിയൻ്റാണ് വരുന്നത്. ഫസ്റ്റ് വേരിയൻ്റ് 39 GB രണ്ടാമത്തത് 26 GB വരുന്നത്. So, what you're trying to say is that you fell here from another world? But when you wanted to leave and go on to the next world, your path was blocked by some unknown god? Outlanders, your journey ends here. Who are you? The sustainer of heavenly principles. The arrogation of mankind ends now. ഇനി നമ്മളെ ക്യാരക്ടർ ചൂസ് ചെയ്യാനാണ് പറയണത്. ഞാനേതായാലും മെയിൽ ക്യാരക്ടറിനെ എടുക്കണത്. ഇനി നമ്മളെ പേര് അടിച്ചെടുക്കാനാണ് പറയണത്. എൻ്റെ പേര് ഗോഡക്സിനായതുകൊണ്ട് അടിച്ചെടുത്തിട്ടുണ്ട്. Give my sister back! And just like that, the god took away my sister. Some kind of seal was cast upon me, and I lost my power. So while we used to travel from world to world, we are now trapped here. അപ്പോൾ ഈ ഗെയിമിൻ്റെ സ്റ്റോറി വരുന്നത്, ഒരു ഗോഡ് വന്ന് നമ്മളെ സിസ്റ്ററിനെ പിടിച്ചുകൊണ്ടുപോകും. അതേ ടൈമിൽ നമ്മുടെ പവറെല്ലാം നഷ്ടപ്പെടുകയും ചെയ്യും. ഈ വേൾഡ് ട്രാപ്പ് ആവുകയും ചെയ്യും. അങ്ങനെ അതിൻ്റെ സ്റ്റോറി വരുന്നത്, ഈ ഗെയിമിൻ്റെ സ്റ്റോറി വരുന്നത്. Yeah, Paimon really owes you for that. Otherwise, Paimon likely would have drowned. So Paimon will do her best to be a great guide. We should head off. Let's get going. ഇനി നമ്മൾ നോർമൽ എല്ലാ ഗെയിമിലും ചെയ്യുന്ന പോലെ തന്നെ കൺട്രോൾസൊക്കെ ഒന്ന് വർക്ക് ചെയ്യിപ്പിക്കുക. ഈ നീല കത്തി സാധനം ടെലിപ്പോർട്ട് ചെയ്യാനുള്ള പോയിന്റാണെന്ന് പറയണത്. ഞാൻ വെള്ളത്തിന് കിട്ടിയ സാധനത്തിന്റെ ഫോളോ ചെയ്യണം തോന്നുന്നുണ്ട്. സാധനത്തിന്റെ പേര് പൈമോൻ എന്നാണ്. നമ്മളെ ഫസ്റ്റ് റാങ്ക് വന്നിട്ടുണ്ട്. നമ്മളെ ഫസ്റ്റ് മിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് മിഷൻ എന്ന് പറയുന്നത് ആ പാറിന്റെ മേലെ കയറണമായിരുന്നു. നമുക്ക് സ്പീഡ്സ് പിക്ക് ചെയ്യാം.
നമുക്ക് ഫുൾ കിടില ആനിമേഷൻ വന്നിട്ടുണ്ട്. That's a statue of the Seven. There are a few of these statues scattered across the land to show the Seven's protection over the world. Among the seven gods, this Paimon's not sure whether the god you're looking for is the animal god, but Paimon will take you to the animal god's place first, and there's the reason why. As we all know, poetry and language flow like the wind. There'll definitely be someone there who knows about your sister. At least that's what Paimon thinks. Whether the gods actually answer you is a different story. You never know unless you try. So let's hop to it. നമുക്ക് പോയി ഫ്രൂട്ട്സ് ഒക്കെ പിക്ക് ചെയ്യാം. You can swim right over. സിറ്റിക്കല്ല പോലെ നമ്മളെ നെക്സ്റ്റ് മിഷൻ ഇതാ ഈ ടവറിന്റെ അടുത്ത് പോകാനാണ്. നീന്താൻ പറ്റില്ല. ഇവിടെ വേറെ ആനിമേഷൻ കണ്ടിട്ടുണ്ട്. നമുക്ക് നമ്മളെ പവർ കിട്ടിയെന്നാണ് തോന്നുന്നത്. നമ്മളെ മാപ്പ് ഓപ്പൺ ആയും ചെയ്തിട്ടുണ്ട്, റാങ്ക് 2 ആയും ചെയ്തിട്ടുണ്ട്. Ooh, did you just feel the elements of the world? Seems all you had to do was just touch the statue and you got the power of Anemo. As much as they may want it, people in this world can never get a hold of powers as easily as you. It's because you're not from this world to begin with. If we keep heading west from here, we'll eventually reach Mondstadt, the city of freedom. Mondstadt is the city of wind because they worship the god of Anemo. So perhaps because you got power from the god of Anemo, there are also lots of bards there, so perhaps one of them has heard news of your sister. Let's move then. The elements in this world responded to your prayers, and Paimon thinks that's a lovely sign. ഇനി നമുക്ക് നമ്മളെ പവർ ടെസ്റ്റ് ചെയ്യാനുള്ള ടൈമാണ്. നമുക്ക് 2 പവർ കിട്ടിയാണ് കേട്ടോ. ഒന്ന് വിങ് ബ്ലേഡും മറ്റേ ഒരു ചുഴലിക്കാറ്റ് പോലത്തെ ഒന്നാണ്. ഇത് പവർ കൂട്ടാനുള്ളതാണ് തോന്നുന്നത്. അതേപോലെ കൊടുത്തോണം. നമുക്ക് നമ്മളെ 2 പവർ യൂസ് ചെയ്താൽ മാത്രമേ ഒന്ന് പോകാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ പവർ അൺലോക്ക് ആക്കണം. ഇപ്പോൾ രണ്ടാമത്തെ പവർ നമുക്ക് യൂസ് ചെയ്യാം. നമ്മളെ രണ്ടാമത്തെ മിഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളെ റാങ്ക് 2 ആയിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞത് സോറി, ഞാൻ 7 സ്റ്റാച്യു എന്ന് പറഞ്ഞത് സിറ്റീൻ്റെ അല്ല, ഇപ്പം നേരം നമ്മൾ കണ്ട സ്റ്റാച്യു ആണ്. അതാണ് ആനിമൽ കോഡ് എന്നാണ് നേരത്തെ പൈമൻ പറഞ്ഞതിൻ്റെ. നമുക്ക് ഏതായാലും അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിൽ അങ്ങോട്ട് പോവാം. നമുക്ക് നമ്മൾ മേൽക്കൂടെ എന്തോ വലിയ എന്തോ പറഞ്ഞു പോകുന്നത്. ഈ സാധനത്തിനെല്ലാം ഡിഫീറ്റ് ചെയ്താൽ മാത്രമേ ചെസ്റ്റ് ഓർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാം ഡിഫീറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ പിക്ക് ചെയ്താണ്ട് പോകാം കേട്ടോ.
ഈ ഒരു സാധനത്തിനും കൂടെ നമ്മൾ ഡിഫീറ്റ് ചെയ്യാനുള്ള ബാക്കി. അപ്പോൾ ചെസ്റ്റിൻ്റെ ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അവിടെ പോയത് ഓപ്പൺ ചെയ്യാം. A reward on the road. വോയിസ് നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമുക്കിനി ഇവിടുത്തെ ഫ്രൂട്ട്സൊക്കെ ഐറ്റംസൊക്കെ പറിച്ചുകൊണ്ട് പോവാം. വേറെ ആനിമേഷൻ കണ്ടിട്ടുണ്ട്. Look at that! നമ്മളെ മേൽക്കൂടെ നേരത്തെ പോയത് ഡ്രാഗനായിരുന്നു. Don't be afraid. It's all right now. I'm back. Is he talking to a dragon? ആ ഡ്രാഗൻ നമ്മളോട് അറിയാണ്ടാകെ വൈലൻ്റായി. അതിൻ്റെ മുമ്പിൽ നാളെ നമ്മളോട് അവിടെ ആരാണ് ചോദിക്കുന്നത്. ഡ്രാഗൻ പെട്ടെന്ന് ഡിസപ്പറായി പോയി. ആ ഡ്രാഗനെ അങ്ങോട്ട് പറന്നുപോയി. ഇനി അവിടെ തിളങ്ങുണ്ട്. ആ പേടിക്കലേക്ക് നമ്മൾ അടുത്ത That was മിഷന്. close. Paimon. Luckily, Paimon managed to grab hold of your hair. Thanks. പൈമ പറയണത് അത് Just what was that? ഡേഞ്ചറാണ് പറയണത്. It definitely has something to do with that weirdo who was talking to the dragon. Of course not. Oh, what's that? എന്താ There's some പോയൊക്കെയാണ് kind of പറഞ്ഞപ്പോ shiny red thingy on the big rock over there. Let's go take a closer look. Be careful. Paimon doesn't have a good feeling about this. ഇതെന്തോ ഒരു ക്രിസ്റ്റലാണ്. അതായത് നമുക്ക് എടുത്തു നോക്കാം. Paimon's never seen a stone like this before, so Paimon can't tell what it is. All Paimon knows is that it's dangerous. Best we put it away for now. Okay, we've got it. Now let's get out of here. നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള പോയിന്റ് വന്നിട്ടുണ്ട്. നമ്മുടെ റാങ്ക് 3 ആയിട്ടുണ്ട്. ഇനി ഇവിടെ വേറെ ആനിമേഷൻ കണ്ടിട്ടുണ്ട് കേട്ടോ. Hey, you! Stop right there! May the Animo God protect you, stranger. I am Amber, ഇപ്പൊ വന്ന outrider for the Knights of ക്യാരക്ടറിന്റെ Favonius. പേരാണ് ആംബർ You എന്നാണ് don't ക്യാരക്ടറിന്റെ look like പേര് വന്നിട്ട്. citizens of Mondstadt. Explain yourselves. We're not looking for trouble. That's what all the troublemakers say. Doesn't sound like a local name to me. And this mascot, what's the deal with it? I mean, we've only been traveling partners for 2 നമ്മൾ months, ആരാണെന്ന് but ചോദിച്ചത്. നമ്മളോട് we've already എവിടുന്ന് become the വരാണ് very best of friends. ചോദിച്ചാണ്. So to sum it up, you're traveling partners, right? Well, look, there's been a large dragon sighted around Mondstadt recently. Best you get it. It's not far from here. I'll escort you there. Oh, aren't you out here for some other reason? I am, but not to worry. I can keep you both safe while doing that too. Besides, I'm still not sure if I can trust you two just yet. Oh, I'm sorry. Probably not something I should say as a knight. I give you my apologies. That sounded so fake. Do you have something against the type of language usage prescribed by the Knights of Favonius Handbook? Outrider Amber, So guys, reporting for duty. നേരത്തെ വന്ന Just ക്യാരക്ടർ say the നമ്മൾ word if പുതിയ you ever need my ക്യാരക്ടറാണ്. help. നമ്മളെ കയ്യില് വാളാണെങ്കിൽ ഈ ഏട്ടൻ്റെ കയ്യിൽ അമ്പാണ്. അപ്പോൾ ദൂരെയുള്ള എനിമീസിനൊക്കെ അടിച്ചിടാൻ So, പറ്റും. suspicious travelers, ഒരുപാട് what are you ജസ്റ്റ് doing in ഓപ്പൺ ആയി Mondstadt? കണ്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഓപ്പൺ ആക്കി നമുക്ക് He സാധനങ്ങൾ got എടുക്കാം. separated from his sister during a ക്യാരക്ടറിൻ്റെ എന്തോ really, മേലെ really കണ്ടിട്ടുണ്ട്. long അപ്പോൾ അനക്കി നോക്കാം. വെപ്പണ് ഇവിടെ ഉണ്ട്. സ്വിച്ച് ചെയ്യാൻ ലെവലപ്പ് ചെയ്യണമൊക്കെ.
ഇവിടെ നമ്മളെ വാളേലും സ്വിച്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തോ അച്ചീവ്മെന്റ് കിട്ടിയേക്കണേ, അപ്പൊ അതൊന്ന് ക്ലെയിം ചെയ്യാം. Paimon is his travel buddy, helping him to find his sister. Oh, looking for your family? Huh. നമ്മളെ അടുത്ത മിഷനിക്ക് പോവാണ്. Okay, let me finish my other stuff first, and then I can help you put up posters around the city. What exactly is it you need to finish doing first? It's simple. ഈ ടെലിപ്പോർട്ട് പോയിന്റ് ആക്ടിവേറ്റ് ആക്കാൻ കാര്യം അടുത്ത മിഷന് ആക്ടിവേറ്റ് ആക്കാം. ഈ സാധനമൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യണമെന്നാണ് പറയുന്നത്. These monsters have been getting too close to the city recently. My task this time is to clear out their camp. ഇതാണ് ഇവിടെ നമ്മൾ ഒന്ന് ക്ലിയർ ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. അതിൽ ഒന്ന് മേലെ ആയിരിക്കണ്ട്, അതിൻ്റെ ഇതിൽ അമ്പാണ്. അപ്പൊ അതിനെ അടിച്ച് താഴത്ത് കിടാൻ പറ്റും നോക്കാം. വിങ് ബ്ലേഡ് ഉപയോഗിക്കുമ്പോൾ അതിന് ഡാമേജ് കിട്ടുന്നുണ്ട്. Wind blade. Go with the wind. അതിനെ ഞാൻ ഡിഫീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ചെസ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. Nothing to it. നമ്മളെ Though ക്യാരക്ടർ I've കൊടുക്കണം, gotta നമ്മൾ say, you ചോദിക്കണം. surprised me a little with your moves there. Thanks for the backup. How'd it feel? Now that you mention it, how is it the Okay, Hilichurls it's ended not up here? നമ്മള് These creatures ഇത് don't seem like the type to ഇവിടെ set up camp so close to. Exactly. It's more normal for them to be much further out in the wilderness. But because the dragon, Storm Terror, has been around a lot more recently, our orchards have been destroyed in the local. When the storms hit, we usually end up with at least a few injuries. So the Knights of Favonius have been tied up doing the best they can to defend the area. So these annoying creatures have been getting closer and closer to the city? Exactly. That said, നമ്മളെ clearing സിറ്റിന്റെ this അടുത്തെത്തി camp നമുക്ക് helps make the സിറ്റിക്ക് area പോകാന്ന് a പറഞ്ഞത്. little bit safer. സേഫ് ആയിട്ട് അവിടെ A എത്തിക്കാന്ന് പറഞ്ഞിട്ട് responsible എൻ്റെ knight must make sure to see you to the city safely. നിങ്ങൾക്ക് ഏതായാലും ചെസ്റ്റ് ഓപ്പൺ ചെയ്താണ്ട് അതിലുള്ള സാധനം എടുക്കാം. A reward on the road. പിന്നെ നമുക്ക് അവിടുത്തെ ഇത് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്താണ്ട് കീപ്പ് ചെയ്യാം. ഇനി ലെവലപ്പിങ്ങിന്റെ ഓപ്ഷൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ക്യാരക്ടർ നമുക്ക് ലെവലപ്പ് ചെയ്യാം. നമ്മൾ ലെവല് പെട്ടായിട്ടുണ്ട് കേട്ടോ, ക്യാരക്ടറിന്റെ ലെവല്. What's that? It smells so good! അവിടെ ആൾ കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊയ്മോൻ പറഞ്ഞ അവിടെ നല്ല ടേസ്റ്റുള്ള മണം ഉണ്ടെന്ന്. അതവിടെ നിന്ന് കേട്ടോ. നമുക്ക് നമ്മളെ സിറ്റിക്ക് എൻ്റർ ആവാം.
നമ്മളങ്ങനെ നമ്മളെ സിറ്റിക്ക് എൻ്റർ ആയിട്ടുണ്ട്. വേറെ ഒരു ആനിമേഷൻ കൂടി വന്നിട്ടുണ്ട്. സിറ്റിന്റെ ഫുള്ളായിട്ടുള്ള വ്യൂ ആണ്. Let me officially introduce the city of wind, dandelions, and freedom. Travelers under the protection of the Knights of Favonius, welcome to Mondstadt. Finally, welcome no ചെയ്യാൻ more having to camp പറഞ്ഞതാണ്. outdoors. But the city folk don't look too cheery. Everyone's been put out of place by storm terror recently. But everything will turn out fine as long as Jean's with us. Jean? Acting Grand Master of the Knights of Favonius. With Jean on our side, surely even the vicious storm terror will be no match for us. Before I take you guys to the Knights of Favonius headquarters, I have a present for you, traveler. It's a reward for helping me clear out that Hilitril camp. Hey! Why doesn't Paimon get a reward? Because this reward is useless to you, ഇനി Paimon. ഇവിടെ നമുക്ക് ക്യാമ്പ് But ചെയ്യാനാണ് I'll ആംബർ treat you to a പറഞ്ഞത്. traditional Mondstadt delicacy, sticky honey roast. Sticky honey roast! Come with me. We'll head to the city's, high ground. ഇനി ഹൈ ഗ്രൗണ്ടൊക്കെ പോകണമെന്നാണ് പറയണത്. നമ്മൾ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് ഹൈ ഗ്രൗണ്ടിലേക്ക് അപ്പോൾ നമുക്ക് നേരെ അവിടേക്ക് പോവാം. സിറ്റിന്റെ പേര് സിറ്റി ഓഫ് ഫ്രീഡം എന്നാണ് കേട്ടോ. അവർക്ക് നാവിഗേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ ആക്കിയിട്ടുണ്ട്. This used to be a bustling street, but with so many storm terror attacks recently, the usual crowds are nowhere to be seen. Except for the local tavern near the city wall over there. They haven't been affected. If anything, their business is better than ever. കുറച്ച് നമ്മളിങ്ങനെ മേലെ എത്തിയിട്ടുണ്ട് കേട്ടോ. So, the present I want to give you is കണ്ടിട്ടുണ്ട്. a wind glider. Outriders use them to നമുക്കൊരു ride the wind wind, glider and the people കണ്ടിട്ടുണ്ട് of കേട്ടോ. Mondstadt love using them too. I brought you here to give it to you, so you can experience it right away. അപ്പോൾ ഇവര് പറയണത് എന്താ വെച്ചാല് You're നേരത്തെ really കണ്ട excited about ഡ്രാഗനെ these wind gliders, ഈ huh? വിൻഡ് ഗ്ലൈഡർ കൊണ്ട് Well, that's ഡിഫീറ്റ് because ചെയ്യാണെന്ന് the പറയണത്. wind is the heart and ആയിട്ട് soul പറഞ്ഞു of കണ്ട് ഡിഫീറ്റ് Mondstadt. ചെയ്യാണെന്നാണ് പറയണത്. Alrighty then, enough talk. Let's give it a whirl. It's easy to use, but you still need to pay attention to my instructions. ഫസ്റ്റ് അതിൽ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ പറയണ പോലെ നമുക്ക് ചെയ്യണം എന്നൊക്കെയാണ് അവർ പറയണത്. നമുക്ക് അതുപോലെ ഫസ്റ്റും ചെയ്ത് നോക്കാം.
ഇനി ഒന്നുകൂടി നമുക്ക് ഈ വിങ് ബ്ലേഡ് കിട്ടി അവിടേക്ക് ഒന്നുകൂടി പോകണമെന്ന് തോന്നുന്നുണ്ട്. അവിടേക്ക് ഒന്നുകൂടി പോയേക്കാം നമുക്ക്. അവിടേക്ക് പോകണതിൻ്റെ ഇവിടെ എന്തോ ഒരു ടെലിപ്പോർട്ടിങ് പോയിന്റ് ഇവിടെ വേറെ ഒന്നുമുണ്ട്. അവിടെ കാണുന്നില്ല. നമുക്ക് പിന്നെ പോയേക്കാം. ഫസ്റ്റ് ആ വിങ് ബ്ലേഡ് തന്നോട്ട് ഒന്നുകൂടെ പോയേക്കാം നമുക്ക്. അവിടെ ചെസ്റ്റ് കാണുന്നുണ്ട്. നേരെ അതിൻ്റെ അടുത്ത് പോയേക്കാം. ആ മേലെ ഉണ്ടോ ഈ ടെലിപ്പോർട്ടിങ് പോയിന്റ് വന്നിട്ട്. ഇതെന്താ ഇപ്പം ഇങ്ങനെ നമ്മൾ പറഞ്ഞതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ എനർജി കഴിയുകയാണെങ്കിൽ അടിക്ക് വേണ്ടി കൂടെ ആ വാളിൻ്റെ റോഡിൻ്റെ നിൽക്കിയാൽ മതി. അപ്പം അങ്ങനെ ആയിട്ട് വരുന്നത്. ഇതിൽ കൂടെ മേലെ കയറാൻ പറ്റുമോ കേട്ടോ. നമ്മളെ എനർജി പറ്റ കുറഞ്ഞു. പിന്നെ ഇതിൽ കൂടെ കയറാൻ പറ്റുമോ അറിയില്ല. അപ്പുറത്തും കൂടെ കയറി വെക്കാം. നമ്മളെ എനർജി ഫുള്ളായതിൻ്റെ ശേഷം കയറാം. ഇനി ഫുള്ളായിട്ടുണ്ട്. നമുക്ക് ഇനി ഫുള്ളായിട്ട് കയറാം. ഞങ്ങൾ മേലെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും കാണാനില്ല. ആ ടെലിപ്പോർട്ടിങ് പോയിന്റ് ഇവിടെ ഒന്നും കാണാനില്ല. അപ്പുറത്തുനിന്ന് ചാടി വെക്കാം. അവിടേക്ക് ചാടിയ പിന്നെ അടിയിൽ നിന്നോട് കയറേണ്ടതുണ്ട്. ഒന്നുകൂടി മേൽക്കൊന്നുകൂടി പോകാനുള്ളതുണ്ട്. ഒന്നുകൂടി പോയേക്കാം നമുക്ക്. നമുക്ക് അങ്ങോട്ടും ചാടി വെക്കാം. അങ്ങനെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ മേലുള്ള ആ മിനാരത്തിമേലാണെന്നുണ്ട്. അപ്പം അതിൻ്റെ മേൽക്കൂടെ ഒന്ന് കയറി വെക്കാം. അതിൻ്റെ മേലെ ഉണ്ട്. നമുക്കിപ്പോൾ അത് എനേബിൾ ചെയ്യാം. നമ്മളെ ലെവൽ 4 ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.